ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ ഒരു ഗെയിൻ്റെ സെഷനായിരുന്നു മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ 14,365 ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം 194 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിൻ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് 14,504.8 മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 660 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിനും ബാങ്ക് നിഫ്റ്റിയിൽ 979.6 പോയിൻറ്റ്സിൻ്റെ ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിനിലേക്ക് പോയത്. തുടർന്ന് ഓട്ടോ, മെറ്റൽ ഈ ഒരു സെക്ടറുകളും ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് നിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ IT, തുടർന്ന് ഫാർമ ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ഡിക്ലൈനിലും പോയിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയിലെ സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഫിൻസർവ്, ബജാജ് ഫിനാൻസ്, ടാറ്റ മോട്ടോഴ്സ്, മാരുതി ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ TCSനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ Q4 റിസൾട്ട്സ് ഒക്കെ വന്നതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സെഷനായിരുന്നു കാണാനുണ്ടായിരുന്നത്. സ്റ്റോക്കിലൊരു ഡിക്ലൈനിങ് മോഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും നല്ല ഒരു കൂടുതൽ എക്സൈറ്റിംഗ് എലമെൻറ്റ്സ് ഒന്നും ഇല്ല. ഗ്രോത്ത് ഉണ്ട് എങ്കിലും ഒരു എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ എലമെൻറ്റ്സ്, ഇനിയും നല്ല രീതിയിലുള്ളൊരു റാലിക്കുള്ളൊരു സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ് കാരണങ്ങളായിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ചില ബ്രോക്കറേജ് ഫേമൊക്കെ ബൈ റേറ്റിംഗ് ഈ ഒരു സ്റ്റോക്കിന് കൊടുക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഇനി അതുപോലെ ബ്രോഡർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 2.8% ഉയർച്ചയും സ്മോൾ ക്യാപ്പിൽ 1.15% ഉയർച്ചയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗ്യാപ് ഡൗൺ ശേഷമുള്ളൊരു നല്ലൊരു ലോങ് ബിയറിഷ് ക്യാൻഡിലിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. തുടർന്ന് ഇന്ന് വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്നലെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ആ ഒരു റേഞ്ചിനുള്ളിലേക്ക് വരുന്നതായിട്ട് കാണുന്ന ഒരു ട്രെൻഡ് റിവേഴ്സലിനൊരു സാധ്യതകൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും കൺഫർമേഷൻ നമുക്കില്ല. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും കൊറോണ കേസസൊക്കെ ഏകദേശം 1.8 ലക്ഷം, ഏകദേശം 2 ലക്ഷത്തോട് അടുത്ത് വരുന്നു ഡെയിലി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ എന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ലോക്ക്ഡൗണിൻ്റെ ഏകദേശം പോലുള്ള ഒരു സ്റ്റേജിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഇങ്ങനത്തെ വരുന്ന ദിവസങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചും ലോക്ക്ഡൗണിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കൊറോണയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്ലാരിറ്റികൾ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കൂടുതൽ ഒരു വോളറ്റിലിറ്റി നമുക്ക് വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാമെന്നാണ് കാണാനുള്ളത് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡും അതുപോലെ തന്നെ ഒരു മൂഡും നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അന്നുള്ളൊരു ട്രേഡിംഗ് എടുത്ത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ട്രേഡ് എടുത്ത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയത്ത് സേഫായിട്ടുണ്ടാവുക. അപ്പോൾ കൂടുതലും മാർക്കറ്റിനെയും അതുപോലെ തന്നെ ന്യൂസുകളെയും കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇനി അതുപോലെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ഇന്നലത്തെ ഒരു റാലിക്ക് ഒരു കാരണങ്ങളായിട്ട് പിന്നെയും പറയാനുള്ളത് നമ്മൾ കണ്ടതായിരുന്നു സ്പുട്നിക് 5 വാക്സിനെ അവരൊരു അപ്രൂവൽ കൊടുത്തു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ എമർജൻസി യൂസേജിനുള്ള അപ്രൂവൽ വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ റെംഡെസിവിറിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും സിപ്ല അത് ഡബിൾ ചെയ്യാൻ പോകുന്നു ഇപ്പോൾ വാക്സിൻ്റെ ക്ഷാമമൊക്കെ മീറ്റ് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വീണ്ടും മാർക്കറ്റിന് ഒരു ഗുണകരമായിട്ടാണ് ഇന്നലെ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 14,460 റേഞ്ചുകളാണ് ഇനി ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നത്. തുടർന്ന് 14,200 റേഞ്ചുകളും സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു. റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഏകദേശം 14,650, 14,750 ആ റേഞ്ചുകളാണ് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് സോണുകളായിട്ടും നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. ഇനി അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, പിന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു ബിയറിഷ് ക്യാൻഡിലിനെ കവർ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തത് ഇന്നലെ. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 31,500 റേഞ്ചുകൾ അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നു. 32,000 റേഞ്ചുകളായിരിക്കും ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് സോണുകളായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ മാർക്കറ്റിൽ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ മൂവുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. നാസ്ഡാക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്ലോബൽ മാർക്കറ്റുകളും അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഒരു സൈഡ് വേ റാലികൾ ആണ് കണ്ടുവരുന്നത്. ഇനി അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു മിക്സഡ് ട്രെൻഡ് തുടരുന്നു. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് അതേ തുടർന്നുള്ളൊരു ട്രെൻഡ് ഫോളോ ചെയ്യാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങുകളും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. രാവിലെ SGX നിഫ്റ്റി ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 730 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 244 കോടിക്ക് അടുത്തുള്ള ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സപ്പോർട്ടീവായിട്ടല്ല കാണുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളും ഒരു മിക്സഡ് ട്രെൻഡാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നാളെ നിങ്ങൾ രാവിലെ ഗ്ലോബൽ മാർക്കറ്റ് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ശ്രദ്ധിക്കുന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ അശോക ബിൽക്കോണിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗുജറാത്ത് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിൻ്റെ ഒരു ലോവസ്റ്റ് ബിഡറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു എന്നൊരു കമ്പനി അനൗൺസ്മെൻറ്റുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 333.62 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ പ്രൊജക്റ്റ് ആണെന്നാണ് അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തിട്ട് L&Tയെ സംബന്ധിച്ചിടത്തോളം അവരുടെ L&T പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിന് ഏകദേശം 300 മെഗാവാട്ടിൻ്റെ സോളാർ പവർ പ്ലാന്റ് പ്രൊജക്റ്റിൻ്റെ ഒരു നിർമ്മിക്കാനുള്ളൊരു അപ്രൂവൽ സൗദി അറേബ്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയതായിട്ട് അവരുടെ അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് NBCCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോയിഡയിൽ ഒരു ഓഫീസ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് വർക്ക് അവർക്ക് വിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 65 കോടിയാണ് ഈ ഒരു PMC ഫീസായിട്ട് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് കിട്ടുക എന്നാണ് കമ്പനി അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു മാർച്ച് മാസം മാത്രം എടുത്തു കഴിഞ്ഞാൽ അവർ ഏകദേശം 518.2 കോടി വർത്ത് ചെയ്യുന്ന ബിസിനസ് ഓർഡറുകൾ ടോട്ടൽ ബിസിനസ് വിൻ ചെയ്തതായിട്ടാണ് കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് സിപ്ലയെ സംബന്ധിച്ചിടത്തോളം അവർ റെംഡെസിവിർ കൊറോണ വാക്സിൻ അതിൻ്റെ പ്രൊഡക്ഷൻ 2 മടങ്ങായിട്ട് ഉയർത്താൻ പോവുകയാണ്, ഡബിൾ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കൊറോണ വാക്സിൻ്റെ ക്ഷാമവും എല്ലാം മീറ്റ് ചെയ്യുന്നതിന് ആണ് ഈ ഒരു വർധനവ് എന്നാണ് സിപ്ല അറിയിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് അദാനി പോർട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗംഗാവരം പോർട്ട് ലിമിറ്റഡിൽ ഏകദേശം 89.6% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിനുള്ള പെർമിഷൻ അല്ലെങ്കിൽ അതിനുള്ള അപ്രൂവൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCIയുടെ ഭാഗത്തു നിന്ന് അവർക്ക് കിട്ടിയതായിട്ട് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു അക്വിസിഷൻ നടക്കുന്നതോടുകൂടി ഈ ഒരു ഗംഗാവരം പോർട്ടിൽ കൺട്രോളിംഗ് സ്റ്റേക്ക് അദാനി പോർട്സിൻ്റെ കയ്യിലായിരിക്കും ഇനി ഉണ്ടാവുക. ഇനി അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ സെയിൽസിൽ ഏകദേശം 12.4% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഓരോ ഏരിയ വൈസ് റീജിയൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ചൈന JLR സെയിൽസിൽ ഏകദേശം 127% വർധനവും നോർത്ത് അമേരിക്കൻ JLR സെയിൽസിൽ ഏകദേശം 10.4% വർധനവും UK സെയിൽസിൽ 6.8% ഡിപ്പും അതേപോലെ തന്നെ യൂറോപ്പ് സെയിൽസിൽ 4.9% ഡിക്ലൈനുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർധനവാണ് ഇവർക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റവന്യൂ കൊടുക്കുന്നൊരു വിഭാഗമാണ് JLR. അപ്പം ഈ ഒരു വർധനവ് സെയിൽസിലേക്കുള്ള ഒരു വർധനവ് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസായിട്ടാണ് നിലനിൽക്കുന്നത്. അടുത്തിട്ട് IDBI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് അവരുടെ കയ്യിലുള്ള സ്റ്റേക്കിൻ്റെ ഏകദേശം 94.7% സ്റ്റേക്കാണ് LIC വഴിയായിട്ട് ഗവൺമെൻറ് IDBI ബാങ്കിൽ ഹോൾഡ് ചെയ്യുന്നത്. അതിലേകദേശം 45.5% സ്റ്റേക്ക് ഡൈവേസ്റ്റ് ചെയ്യാനായിട്ട് വിൽക്കാനായിട്ട് ഗവൺമെൻറ് പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു ന്യൂസ് അപ്ഡേറ്റുകൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസായിട്ടായിരുന്നു ഇന്നലെ പ്രതിഫലിച്ചത്. അടുത്തായിട്ട് ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോൺ അഡ്വാൻസ് റേഷ്യോ അതിൽ ഈ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ ഏകദേശം 21% വർധനവുണ്ടായതായിട്ടാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം രാകേഷ് ജിൻജിൻവാലിൻ്റെ ഒരു സ്റ്റോക്ക് ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടീസ് ഹെൽത്ത് കെയറിൽ ഈ കഴിഞ്ഞ Q4 അദ്ദേഹം ഏകദേശം 260 കോടി വർത്ത് ചെയ്യുന്ന ഷെയറുകൾ വാങ്ങിയതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് റിസൾട്ട്സുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇൻഫിയുടെ റിസൾട്ടുകൾ പബ്ലിഷ് ആവാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ ബോർഡ് മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ അവരുടെ അപ്ഡേറ്റുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഷെയർ ബൈബാക്കിനെ കുറിച്ചുള്ള ഒരു അന്തിമ തീരുമാനം അതും ഇന്നത്തെ ഒരു ബോർഡ് മീറ്റിങ്ങിൽ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ഒരു ഹോട്ട് സ്റ്റോക്കായിട്ട് നമുക്ക് ഇൻഫിയെയും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നാളെ വിപ്രോയിൻ്റെ റിസൾട്ടുകളും പബ്ലിഷ് ആകാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ വിപ്രോയിൻ്റെ Q4 റിസൾട്ടും വാച്ച് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളൊക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.